ലേഖനം. സ്ത്രീ പുരുഷ സമത്വം വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്നുവോ? രചന രാജലക്ഷ്മി രാകേഷ്. അവതരണം ദിവ്യ വിനോദ്. സ്ത്രീ സമത്വം എന്നും ആഗ്രഹിക്കുന്ന ഒരു പൊതുസമൂഹത്തിലാണ് ഞാൻ ജീവിക്കുന്നത് എന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട്. പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ, എവിടെയാണ് സ്ത്രീക്ക് തുല്യ പരിഗണന കിട്ടാറുള്ളത്? ആലോചിച്ചു നോക്കൂ. ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ മുതൽ തുടങ്ങുന്നു സ്ത്രീ പുരുഷ അസമത്വം. പെൺകുട്ടിയാണെങ്കിൽ സ്കൂൾ വിദ്യാഭ്യാസം കുറച്ച് മതിയെന്നും ആൺകുട്ടിയാണെങ്കിൽ വലിയ കോളേജിൽ നന്നായി പഠിക്കണമെന്നും ആഗ്രഹിച്ചിരുന്ന മാതാപിതാക്കളായിരുന്നു മുൻപുള്ളവർ. വിദേശത്തുള്ള പഠനവും മികച്ച ജീവിത നിലവാരവും എന്നും ആൺകുട്ടികൾക്ക് മാത്രം സ്വന്തമായിരുന്നു. ഉന്നത വിദ്യാഭ്യാസം നേടുക എന്നത് പെൺകുട്ടിക്ക് എന്നും പേടി സ്വപ്നമായിരുന്നു. പെൺകുട്ടികളുടെ ആഗ്രഹങ്ങൾക്കുമേൽ കടിഞ്ഞാണിടാൻ അവരുടെ കുടുംബം എന്നും മുന്നിലുണ്ടാവും. എന്നാൽ ആൺകുട്ടികൾ പഠിച്ച് ജോലി നേടി ഒരു കുടുംബജീവിതം നയിക്കേണ്ടവരാണ് എന്ന ധാരണയായിരുന്നു ആളുകൾക്കുണ്ടായിരുന്നത്. പെൺകുട്ടികൾ വീട്ടിലെ അടുക്കളയിൽ 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങി ജീവിക്കണം. അവർക്ക് പൂമുഖത്തേക്ക് വരാനുള്ള സ്വാതന്ത്ര്യം പോലും ഉണ്ടായിരുന്നില്ല. പെൺകുട്ടികൾ മാത്രം അടുക്കളയിൽ പണിയെടുക്കണം, ആൺകുട്ടികൾ പുറത്തുപോയി ജോലി ചെയ്യണം. ആൺകുട്ടികൾ വീട്ടുപണിയെടുത്താൽ മോശമായി കാണുന്ന ഒരു പൊതുസമൂഹമായിരുന്നു നമ്മുടേത്. എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ, അവനവൻ ഭക്ഷണം കഴിച്ച പാത്രം അവനവൻ തന്നെ കഴുകി വെച്ചാൽ എന്താണ് കുഴപ്പം? അവനവൻ്റെ വസ്ത്രം അലക്കിയിട്ടാൽ എന്താണ് കുഴപ്പം? ഒന്നും സംഭവിക്കാൻ പോണില്ല. സ്ത്രീകൾക്ക് ചെയ്യാവുന്ന ജോലികളെല്ലാം ഇന്ന് പുരുഷനും ചെയ്യാൻ ശ്രമിക്കാലോ. അതേപോലെ പുറത്തുപോയി ജോലി ചെയ്യുന്ന പുരുഷനെ പോലെ തന്നെ വിദ്യാഭ്യാസം നേടിയ സ്ത്രീകൾക്കും ഇന്ന് നിരവധി തൊഴിലവസരങ്ങളുണ്ട്. എല്ലാവർക്കും ഒരു വിചാരമുണ്ട്, സ്ത്രീകൾ എന്നും വീട്ടുജോലി ചെയ്യാനും ഭർത്താവിനും മക്കൾക്കും വെച്ചു വിളമ്പാനും ഓരോ വർഷം തോറും പെറ്റുകൂട്ടാനും ഉള്ള ഒരു ഉപകരണം മാത്രമാണെന്ന്. എന്നാൽ സ്ത്രീയുടെ വേദനകൾ ആരും അറിയുന്നില്ല. ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടും എല്ലാം ഉള്ളിൽ മാത്രം ഒതുക്കി വെച്ച് പുരുഷൻ്റെ മേധാവിത്വത്തിനു മുന്നിൽ എല്ലാം അടിയറവ് പറയുന്ന സ്ത്രീകൾ ഒട്ടനവധിയാണ്. സ്ത്രീയും പുരുഷനും തുല്യരായിരുന്നുവെങ്കിൽ സ്വന്തം വീട്ടിനുള്ളിൽ 2 ഭക്ഷണം വെച്ച് വിളമ്പുന്ന മാതാപിതാക്കൾ വരെ ഉണ്ട്. മുട്ടയും മീനും പാലും മോരും ഇറച്ചിയും കൊടുത്തു തീറ്റിപ്പോറ്റി വളർത്തുന്നു ആൺമക്കളെ അവർ. എന്നാൽ കഞ്ഞിവെള്ളത്തിൽ 4 വറ്റു മാത്രം ഇട്ടാണ് പെൺകുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്. സ്ത്രീ അമ്മയാണ്, സഹോദരിയാണ്, ഭാര്യയാണ് എന്നൊക്കെ പറയുമ്പോഴും സ്ത്രീയെ മാനസികമായും ശാരീരികമായും ഭർതൃഗൃഹത്തിൽ പീഡിപ്പിക്കുന്നത് ആരും അറിയുന്നില്ല. പൊന്നുംകുടത്തിന് പൊട്ടുവേണ്ട എന്ന് പറഞ്ഞാലും സ്വന്തം മകൻ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന പെണ്ണിന് എത്ര സ്ത്രീധനം കിട്ടിയെന്നറിയാൻ മാറാല പിടിച്ച ചില അമ്മായിയമ്മമാരുടെ മനസ്സ് ഇന്നും തിടുക്കം കൂട്ടുന്നു. സ്ത്രീധന നിരോധന നിയമം നിലവിലുണ്ടെങ്കിലും സ്ത്രീധനത്തിൻ്റെ പേരിൽ തീ തിന്നു ജീവിക്കുന്ന പെൺമക്കളെ ഇന്നും കാണാം. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എവിടെയാണ് സ്ത്രീ പുരുഷ സമത്വം എന്നാണ്. സ്ത്രീ പുരുഷൻ്റെ അടിമയല്ല എന്ന് തെളിയിച്ചുകൊണ്ട് പൊതുസമൂഹത്തിൽ സ്ത്രീ സാന്നിധ്യം അറിയിക്കാൻ കഴിഞ്ഞതിൽ ഞാനും അഭിമാനിക്കുന്നു. പുരുഷൻ ചെയ്യുന്ന എല്ലാ ജോലിയും സ്ത്രീക്കും ചെയ്യാം. അതിനുദാഹരണമാണ് സ്ത്രീകൾ ചെണ്ട കൊട്ടാൻ പഠിച്ചത്, സ്ത്രീകൾ തെങ്ങിൽ കയറി തേങ്ങയിടുന്നു, ഓട്ടോറിക്ഷ ഓടിച്ച് കുടുംബം നോക്കുന്നു. അങ്ങനെ നിരവധി രംഗങ്ങളിൽ ഇന്നും പത്തരമാറ്റ തിളക്കത്തോടെ ശോഭിക്കുകയാണ് സ്ത്രീ. ഇന്നത്തെ പൊതുവിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പുരുഷനേക്കാൾ മുന്നിൽ നിൽക്കുന്നതും സ്ത്രീകളാണ്. കല്യാണ വീടുകളിൽ ഭക്ഷണം വിളമ്പാനും അവർ മുന്നിലുണ്ട്. സ്ത്രീയുടെ കഴിവുകൾ ലോകം അറിയണം. അവളെ പ്രോത്സാഹിപ്പിക്കുന്ന പിന്തുണയും സ്നേഹവും നൽകുന്ന ഒരു ഭർത്താവ് കൂടെയുണ്ടെങ്കിൽ ഏത് സ്ത്രീക്കും ലോകം കീഴടക്കാം. സ്ത്രീകൾ നടത്തുന്ന വനിതാ ഹോട്ടലുകളും അച്ചാറു കമ്പനികളും എല്ലാം വൻ വിജയമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ പൊതുസമൂഹത്തിൽ പുതിയ സംരംഭകരെ പടുത്തുയർത്താനും സ്ത്രീകൾക്ക് സാധിക്കും. സ്ത്രീ പുരോഗമനം ലക്ഷ്യം വെച്ച് മുന്നേറുന്ന തയ്യൽ മെഷീൻ പഠിപ്പിക്കുന്ന സെൻ്ററുകളുണ്ട് ഇന്ന്. വസ്ത്രങ്ങൾ തയ്ച്ചു കൊടുക്കുന്നതിലൂടെ സ്വന്തമായൊരു വരുമാനം കൂടിയാണ് സ്ത്രീകൾക്ക് കിട്ടുന്നത്. സ്ത്രീ പുരുഷ സമത്വം പാടി നടക്കുമ്പോഴും സാക്ഷരതാ മിഷൻ നടത്തുന്ന തുല്യതാ പരീക്ഷയിൽ എത്ര പെൺകുട്ടികൾ 10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ തയ്യാറാവുന്നുണ്ടെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഒരു സ്ത്രീ ആയതുകൊണ്ട് മാത്രം മാറ്റി നിർത്തപ്പെടേണ്ടി വന്ന ആഗ്രഹങ്ങൾ ഉണ്ട് എനിക്ക്. ഒരു പുരുഷനായിരുന്നെങ്കിൽ ഒരുപക്ഷെ സ്വാതന്ത്ര്യത്തോടെ ഇഷ്ടമുള്ള സ്ഥലത്ത് സഞ്ചരിക്കാമായിരുന്നു, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാമായിരുന്നു. ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ മറ്റുള്ളവരുടെ പ്രോത്സാഹനവും പിന്തുണയും കിട്ടാത്ത
വളർന്ന ഒരു കാലം, ഒരു ബാല്യം ആയിരുന്നു എൻ്റേത്. എന്നിലെ ആഗ്രഹങ്ങൾ, മോഹങ്ങൾ, സ്വപ്നങ്ങൾ എല്ലാം മുളയിടുന്നതിന് മുൻപ് പറിച്ചു വലിച്ചെറിയാനാണ് എല്ലാവരും തിടുക്കം കാട്ടിയത്. സ്ത്രീ പുരുഷ സമത്വം നിലനിൽക്കുന്നൊരു നല്ല നാളേക്കായി പ്രതീക്ഷയോടെ കാത്തിരിക്കാം.